നമസ്കാരം, വെൽക്കം ടു ഡിജിറ്റൽ പ്ലാനറ്റ്. CSIR CFTRI ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ആൻഡ് ജൂനിയർ സ്റ്റെനോഗ്രാഫർ റിക്രൂട്ട്മെൻറ്റിൻ്റെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിൽ ലിങ്ക് നോക്കുകയാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ പറഞ്ഞിട്ടുണ്ട് 2/2025 അപേക്ഷ നൽകാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ അപേക്ഷയും ഫീസ് പേയ്മെൻറ്റ് തുടങ്ങുന്ന തീയതി April 7, 2025 രാവിലെ 10 മണി മുതൽ. അതേപോലെ അപേക്ഷ നൽകാനുള്ള അവസാന തീയതി May 7, 2025 രാത്രി 11:59 വരെ. അതിനുശേഷം വെബ്സൈറ്റ് ഡിസേബിൾഡ് ആകുമെന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ പറഞ്ഞിരിക്കുന്നത് അടുത്തതായിട്ട് OMR അടിസ്ഥാനത്തിലുള്ള എന്തായിരിക്കും ഓപ്പൺ കോമ്പറ്റീറ്റീവ് റിട്ടൺ എക്സാമിനേഷൻ ആയിരിക്കും നടത്തുക എന്ന് എഴുതിയിട്ടുണ്ട്. അത് പരീക്ഷ നടക്കുന്നത് ജൂൺ അല്ലെങ്കിൽ ജൂലൈ 2025. ഇതൊക്കെ താൽക്കാലികമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ എക്സാം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള സമയം പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ പ്രൊഫിഷ്യൻസി ടെസ്റ്റിൻ്റെ തീയതിയും അഡ്മിറ്റ് കാർഡും പരീക്ഷയ്ക്ക് 3 ദിവസം മുമ്പെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ് ആൻഡ് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ഓഫ് കാഡേഴ്സ് ജൂലൈ 2025. CSIR CFTRI ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണ സ്ഥാപനമായ CSIRൻ്റെ ഒരു ഭാഗമാണ്. സ്ത്രീകളും ഈ അവസരത്തിനായി അപേക്ഷിക്കണമെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നോക്കാം. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 3 വിഭാഗങ്ങളായിട്ട് 10 ഒഴിവുകളാണുള്ളത്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ജനറൽ 4 പോസ്റ്റുകളാണുള്ളത്. അതിൽ റിസർവേഷനോടെ നോക്കുമ്പോൾ UR 2, EWS 1, OBC നോൺ ക്രിമിനൽ 1. അതേപോലെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് F&A അത് 4 പോസ്റ്റുകളാണ്. അതിൽ UR 2, OBC നോൺ ക്രിമിനൽ 2. അതേപോലെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് S&P സ്റ്റോർസ് ആൻഡ് പർച്ചേസ് അതിന് മൊത്തം 2 പോസ്റ്റുകളാണുള്ളത്. SC 1, OBC നോൺ ക്രിമിനൽ 1. അങ്ങനെ ശമ്പള സ്കെയിൽ നോക്കുമ്പോൾ 19,900 മുതൽ 63,200 വരെയാണ്. അപ്പോൾ മാസം മൊത്തം ശമ്പളം ഏകദേശം 36,220. പരമാവധി പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 28 വയസ്സാണ്. 7/5/2025 അടിസ്ഥാനമാക്കി. ഇനി നെക്സ്റ്റ് ജൂനിയർ സ്റ്റെനോഗ്രാഫർ നോക്കുകയാണെങ്കിൽ 1 വിഭാഗങ്ങളായി 6 ഒഴിവുകളാണ് ഉള്ളത്. അതിൽ UR 1, SC 1, OBC നോൺ ക്രിമിനൽ 1. പിന്നെ ബാക്ക്ലോഗ് ഒഴിവുകൾ ST 1, OBC നോൺ ക്രിമിനൽ 1, UR PWBD ഇത് ഒരു ഒഴിവ്. അങ്ങനെ ശമ്പള സ്കെയിൽ വരുമ്പോഴത്തേക്ക് 25,500 മുതൽ 81,100 വരെ. അപ്പോൾ മാസം മൊത്തം ശമ്പളം ഏകദേശം 47,415. പ്രായപരിധി പരമാവധി 27 വയസ്സ്. അപ്പോൾ 10 ജൂനിയർ സെക്രട്ടേറിയറ്റ് ഒഴിവുകളുള്ളതിൽ ഒരൊഴിവ് എക്സ് സർവീസ്മാനും ഒരൊഴിവ് PWBDക്കും റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ JSCയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കാൻ, JSC മീൻസ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് വിവിധ ഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കാൻ ഒരേ ഒരു അപേക്ഷ മതി. ഇപ്പോൾ നമുക്ക് ഏതാണ് യോഗ്യതയുള്ളത് ആ ഓരോ വിഭാഗത്തിനും മുൻഗണനാ ക്രമത്തിൽ ഓൺലൈനിൽ അപേക്ഷയിൽ ചേർക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ JSIക്കും സ്റ്റെനോഗ്രാഫർക്കും തുല്യ യോഗ്യതയുള്ളവർക്ക് 2 അപേക്ഷ വേണം. അപ്പോൾ ഓരോ പോസ്റ്റിനും ഓരോ തസ്തികയ്ക്കും പ്രത്യേകമായിട്ട് ഫീസ് അടയ്ക്കേണ്ടി വരും. നെക്സ്റ്റ് എന്നിട്ട് വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 10 മാത്രം പോരാ, +2 വേണം. അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള യോഗ്യത. കൂടാതെ കമ്പ്യൂട്ടർ ടൈപ്പിങ്ങിലും ഓപ്പറേഷനും ഒക്കെ നോളജ് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ ടൈപ്പിങ്ങിൻ്റെ നിലവിൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ മിനിറ്റിൽ 35 വേർഡ്സ് ടൈപ്പ് ചെയ്യാൻ സാധിക്കണം. ഹിന്ദിയിൽ 30 വേർഡ്സ് മിനിറ്റിൽ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ടൈപ്പിംഗ് 10 മിനിറ്റ് ദൈർഘ്യമുള്ളതാണ്. ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്, ഇത് 10 മിനിറ്റ് ദൈർഘ്യമുള്ളതാണ്. ഇത് യോഗ്യതാ പരീക്ഷയായിട്ട് മാത്രം പരിഗണിക്കപ്പെടും. പിന്നെ ജോലിയുടെ സ്വഭാവം ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, പിന്നെ അതേപോലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ, സ്റ്റോർസ് ആൻഡ് പർച്ചേസ് വകുപ്പുകളിൽ സഹായം നൽകുക. മറ്റ് ഔദ്യോഗിക ജോലികളും നിങ്ങളെ ഏൽപ്പിക്കാവുന്നതാണ്. കൂടാതെ 10ാം ക്ലാസ്സിന് ശേഷം ലഭിച്ച 3 വർഷത്തെ ഡിപ്ലോമ +2വിനൊപ്പം തുല്യമായിട്ട് തന്നെ പരിഗണിക്കും. അപ്പോൾ അത് അംഗീകൃത ഡിപ്ലോമ മാത്രം ആയിരിക്കണമെന്നേ ഉള്ളൂ.
ഇനി ജൂനിയർ സ്റ്റെനോഗ്രാഫറുടെ യോഗ്യത നോക്കുകയാണെങ്കിൽ 10+2 അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത, കൂടാതെ സ്റ്റെനോഗ്രാഫി പരിജ്ഞാനവും കഴിവും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 10 മിനിറ്റ് ഡിക്റ്റേഷൻ ഉണ്ടായിരിക്കും, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ. നമ്മൾ ഏത് ഭാഷയാണ് നമ്മൾ അപേക്ഷയിൽ കൊടുത്തിരിക്കുന്നത്, ഏത് ലാംഗ്വേജാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, ആ ഭാഷയിലുള്ള 10 മിനിറ്റ് ഡിക്റ്റേഷൻ ഉണ്ടായിരിക്കും. ഡിക്റ്റേഷൻ സ്പീഡ് 80 വാക്ക് മിനിറ്റിൽ. അതേപോലെ ട്രാൻസ്ക്രിപ്ഷൻ സമയം പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് 50 മിനിറ്റ്, ഹിന്ദി 65 മിനിറ്റ്. പിന്നെ ജോലിയുടെ സ്വഭാവം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് തസ്തികയിൽ പിന്നെ നമുക്ക് വൈകല്യമുള്ളവർക്ക് അപേക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്കും ഇതിന് അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് CSIR സർവീസിനുള്ള ബെനിഫിറ്റ്സ് ആൻഡ് കണ്ടീഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നോട്ടിഫിക്കേഷനെ കറക്റ്റായിട്ടൊന്ന് നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ. ഫസ്റ്റ് ശമ്പളവുമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും. DA, HRA, TA പോലുള്ളത്. പിന്നെ CSIRൻ്റെ ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ HRA ലഭിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റ് ആനുകൂല്യങ്ങൾ, മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ്, ലീവ്, ട്രാവൽ കൺസെഷൻ, കുട്ടികളുടെ വിദ്യാഭ്യാസ അലവൻസ് എല്ലാം CSIR കേന്ദ്ര സർക്കാർ നിയമങ്ങൾ പ്രകാരമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെൻഷൻ പദ്ധതി, CSIR നിലവിലുള്ള നാഷണൽ പെൻഷൻ സിസ്റ്റം പ്രകാരമുള്ള പെൻഷൻ സംവിധാനമാണ് നിലവിലുള്ളത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സേവന വ്യവസ്ഥകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ പൗരനായിരിക്കണം അപേക്ഷിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതിക്കുള്ളിൽ എല്ലാ യോഗ്യതകളും പൂർണ്ണമായി ലഭിച്ചിരിക്കണം. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് യോഗ്യത ഉണ്ടെന്നതുകൊണ്ട് മാത്രം പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ടെസ്റ്റിനോ വിളിക്കുമെന്ന് ഉറപ്പില്ല. എല്ലാ ഡോക്യുമെൻറ്റുകളും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യണം. അതേപോലെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. അത് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ആയി എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകളെല്ലാം അപ്ലോഡ് ചെയ്തിരിക്കണം. പിന്നെ സമതുല്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ രേഖ വേണം. പിന്നെ നിലവിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ NOC നിർബന്ധമാണ്, അല്ലെങ്കിൽ അപേക്ഷ റിജക്റ്റ് ആവും. പിന്നെ പേര്, ജനനത്തീയതി മുതലായവ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലെ പോലെ തന്നെ വേണം. മാറ്റമുണ്ടെങ്കിൽ ഗസറ്റും അഫിഡവിറ്റും ഒക്കെ വേണം. പിന്നെ അതേപോലെ ജനനത്തീയതി തെളിയിക്കാൻ SLC അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അപേക്ഷ റിജക്റ്റ് ആവും. പരീക്ഷയുടെയും ടൈപ്പിംഗ് ടെസ്റ്റിൻ്റെയും ഭാഷ ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ നമുക്ക് മുൻകൂട്ടി തിരഞ്ഞെടുക്കാം. അത് പിന്നെ മാറ്റം അനുവദിക്കത്തില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ ലാംഗ്വേജ് തിരഞ്ഞെടുക്കുക. CSIR ബന്ധമുള്ളവരാണെങ്കിൽ അത് വ്യക്തമാക്കണം. അതേപോലെ CGPA ഉള്ളവരാണെങ്കിൽ അതിൻ്റെ കൺവേർഷൻ ഫോർമുലയും അപ്ലോഡ് ചെയ്യണം. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അല്ലാത്ത രേഖകളാണെങ്കിൽ അതിന് ട്രാൻസ്ലേഷൻ കൂടി ചേർക്കണം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് 2 വർഷം തിരഞ്ഞെടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. പ്രൊബേഷൻ പീരീഡിന് ശേഷമാണ് സ്ഥിര നിയമനം ലഭിക്കുക. അപ്പോൾ ആ സമയത്ത് മറ്റ് ജോലികൾക്കൊന്നും അപേക്ഷിക്കാനാവില്ല. അപ്പോൾ നിയമനം ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മൈസൂരും അതിൻ്റെ മറ്റ് സെൻറ്ററുകളായ ലക്നൗ, ഹൈദരാബാദ്, മുംബൈ എന്നിവിടങ്ങളിലും CSIR ലാബുകളിലുമൊക്കെ ജോലി ചെയ്യേണ്ടി വരുമെന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ അറിയിപ്പുകളെല്ലാം CFTRIയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് നമുക്ക് ലഭിക്കുക. പിന്നെ അപേക്ഷകൻ 18 വയസ്സിന് മുകളിലാകണം. SC STക്ക് 5 വർഷവും OBC നോൺ ക്രിമിലെയറിന് 3 വർഷവുമാണ് പ്രായളവ് വരുന്നത്. അതേപോലെ UR അൺറിസർവ്ഡ് തസ്തികകളിലേക്ക് അപേക്ഷിച്ചാൽ ഇളവുകളൊന്നും അവർക്ക് ബാധകമല്ല. അതേപോലെ OBC സർട്ടിഫിക്കറ്റ് പുതിയതായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ റിസർവേഷൻ സംബന്ധിച്ച് OBC നോൺ ക്രിമിലെയർ ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ 3 സാമ്പത്തിക വർഷത്തെ വരുമാനത്തെ അടിസ്ഥാനമാക്കി തങ്ങളിനി ക്രിമിലെയർ അല്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അതേപോലെ SC ST OBC ഉദ്യോഗാർത്ഥികൾ പിന്നെ EWS ഈ ഉദ്യോഗാർത്ഥികളൊക്കെ അവരുടെ സർട്ടിഫിക്കറ്റ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക. ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. യോഗ്യത നേടിയ വിദ്യാർത്ഥികളെ റിട്ടൺ എക്സാം പ്ലസ് ടൈപ്പിംഗ് ടെസ്റ്റിന് ക്ഷണിക്കും. ടൈപ്പിംഗ് ടെസ്റ്റ് നമുക്ക് മാർക്ക് നൽകുന്നതല്ല, പാസ്സാകണം. ദെൻ ഫൈനൽ റാങ്ക് ലിസ്റ്റ് റിട്ടൺ എക്സാമിൽ പേപ്പർ സെക്കൻഡിൽ നേടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. പരീക്ഷയുടെ സ്കീം അല്ലെങ്കിൽ സിലബസ് നോക്കുകയാണെങ്കിൽ പേപ്പർ ഫസ്റ്റ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ്, സമയപരിധി 90 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദ്യങ്ങൾ 100, മാർക്ക് 200. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഉൾപ്പെടുന്ന വിഷയങ്ങൾ ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പ്രോബ്ലം സോൾവിങ്, സിറ്റുവേഷണൽ ജഡ്ജ്മെൻറ്റ്. പിന്നെ പേപ്പർ സെക്കൻഡ് പറയുന്നുണ്ട് ജനറൽ അവയർനെസ് പ്ലസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതിന് സമയപരിധി 60 മിനിറ്റ്, ചോദ്യങ്ങൾ 100 അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്നാണ് അത് കാണിച്ചിരിക്കുന്നത്. പിന്നെ OMR അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദ്യങ്ങൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഭാഷകളിൽ ഉണ്ടായിരിക്കും.
നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സ്കീം ഓഫ് കോമ്പറ്റീറ്റീവ് റിട്ടേൺ എക്സാമിനേഷൻ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പേപ്പർ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. സബ്ജക്റ്റ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ്, പേപ്പർ സെക്കൻഡ് ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, പിന്നെ നെക്സ്റ്റ് ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും. അതേപോലെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ പാർട്ട് 1 ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, പാർട്ട് 2 ജനറൽ അവയർനെസ്, പാർട്ട് 3 ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ. അതേപോലെ ഒരു സ്റ്റെനോഗ്രാഫി ടെസ്റ്റും ഉണ്ടാവും. ദെൻ അങ്ങനെയായിരിക്കും അതിൻ്റെ പ്രോസസ്സ് പോകുന്നത്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിനെപ്പറ്റി നോക്കാം. ആദ്യം ലിങ്കിൽ കയറുക. പിന്നെ 3 ഘട്ടങ്ങളായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടുള്ളത്. ഫസ്റ്റ് രജിസ്ട്രേഷൻ, ദെൻ ഫീ പേയ്മെൻറ്റ്, ദെൻ ഫൈനൽ ഓൺലൈൻ സബ്മിഷൻ. അപേക്ഷാ ഫീസ് വന്നിട്ട് 500 രൂപയാണ്. SC ST PWBD സ്ത്രീകൾ, എക്സ് സർവീസ്മാൻ ഇവർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ ഒരു ഫീ പേയ്മെൻറ്റിൻ്റെ ലിങ്ക് ഉണ്ട്, SBI കളക്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുവഴി ഫീസ് അടയ്ക്കാം. അവസാന തീയതി 7/5/2025 രാത്രി 11:59. അതിനുശേഷം പ്രിൻ്റ് ഔട്ട് ലഭ്യമാവില്ല എന്ന് കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഹാർഡ് കോപ്പി അയക്കേണ്ടതില്ല. നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കളർ ഫോട്ടോ, സിഗ്നേച്ചർ, സർട്ടിഫിക്കറ്റുകൾ, CGPA ഉള്ളവർ യൂണിവേഴ്സിറ്റിയുടെ കൺവേർഷൻ ഫോർമുല കൂടി അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പോസ്റ്റിന് ഒരു വ്യക്തി ഒരേ ഇമെയിൽ ID ഉപയോഗിച്ച് ഒരു അപേക്ഷ മാത്രം സമർപ്പിക്കണം. കാരണം പല ഇമെയിൽ ID ഉപയോഗിച്ച് പല അപേക്ഷകളായി സമർപ്പിച്ചാൽ അവസാനത്തെ അപേക്ഷ മാത്രമേ പരിഗണിക്കൂ. അപ്പോൾ ഒരു ഇമെയിൽ ID തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഒരു അപേക്ഷ നൽകിയാൽ പിന്നീട് തിരുത്താനാവില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് അയയ്ക്കുക. ഫീസ് അടയ്ക്കുന്നത് പിന്നെ തിരികെ കിട്ടില്ല. പല പോസ്റ്റുകൾക്കായിട്ട് അപേക്ഷിക്കാം, എന്നാൽ ഓരോ പോസ്റ്റിനും വ്യത്യസ്തമായിട്ട് ഫീസ് അടയ്ക്കേണ്ടി വരും. CSIR ഗവൺമെൻറ് ജോബ് ഉള്ളവർ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് NOC അപ്ലോഡ് ചെയ്യണം. ഇനി ഓൺലൈൻ അപേക്ഷയ്ക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോട്ടോ, സിഗ്നേച്ചർ, ജനനത്തീയതിക്കായിട്ട് 10th മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്, പേരിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അഫിഡവിറ്റ്, പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതും കൂടി അപ്ലോഡ് ചെയ്യുക. CGPA കൺവേർഷൻ ഫോർമുല, പിന്നെ അതേപോലെ എക്സ് സർവീസ്മെൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക. പിന്നെ SC ST OBC EWS PWBD അവരുടെ സർട്ടിഫിക്കറ്റ് അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ അത് അപ്ലോഡ് ചെയ്യുക. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. പിന്നെ NOC അത് ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്ക് ബാധകമാണ്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ PWBD സർട്ടിഫിക്കറ്റ് ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാ ഫയലുകളും വായിക്കാൻ പറ്റുന്ന തരത്തിൽ അപ്ലോഡ് ചെയ്യണം. ആവശ്യമായ ഡോക്യുമെൻറ്റുകളില്ലെങ്കിൽ അപേക്ഷ റിജക്റ്റ് ചെയ്യപ്പെടും. അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അല്ലെങ്കിൽ നിയമലംഘനം ചെയ്താൽ ഏത് ഘട്ടത്തിലായാലും അപേക്ഷ നിരസിക്കും. പിന്നീട് കണ്ടെത്തിയാലും അപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്യപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേപോലെ CSIR CFTRIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇടയ്ക്ക് പരിശോധിക്കുക. കാരണം വ്യക്തിപരമായിട്ടുള്ള ഇമെയിലോ അല്ലെങ്കിൽ അറിയിപ്പോ ഒന്നും അയക്കില്ല. സോ അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ കോൾ ലെറ്റർ എന്നിവ വെബ്സൈറ്റ് മുഖേന മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ എപ്പോഴും അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.